ചില ചെടികൾ വീട്ടിനകത്ത് വെക്കരുതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അലർജിയുള്ള ആളുകൾക്ക് ചില ചെടികൾ വീട്ടിനകത്ത് വെക്കുന്നത് തന്നെ നല്ലതാണ്. വീട്ടിനകത്തുള്ള എയറിന്റെ ക്വാളിറ്റി നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഹ്യൂമിഡിറ്റി കൂടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ചില ആളുകൾ കണ്ടിട്ടില്ലേ, മൂക്ക് ചൊറിഞ്ഞാൽ തന്നെ അവർക്ക് തുമ്മൽ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ മൂക്കിന്റെ ഡ്രൈനസ് തന്നെയാണ്. അപ്പൊ നമ്മൾ ഈ ചെടി വളർത്തുമ്പോൾ ഹ്യൂമിഡിറ്റി ഒക്കെ നന്നായിട്ട് കൂടുന്നുണ്ട്. അതുവഴി തന്നെ നമുക്ക് ഈ മൂക്കിന്റെ ഡ്രൈനസ് ഒക്കെ കുറയ്ക്കാൻ പറ്റും. പല വിഷവാതകങ്ങളെയും ഈ ചെടികൾ അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല, ഒരുപാട് ഫംഗസിന്റെ ഗ്രോത്ത് ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട്. ചില ഡസ്റ്റ് പാർട്ടിക്കിൾസിനൊക്കെ അങ്ങനെ ട്രാപ്പ് ചെയ്ത് നിർത്താനും ഈ ചെടികൾ സഹായിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ ചെടികളും നമ്മൾ വെക്കാൻ പാടില്ല. പൂക്കൾ ഉണ്ടാവുന്ന ചെടികൾ നിങ്ങൾ ഒരു കാരണവശാലും വീട്ടിനകത്ത് വെക്കരുത്. കാരണം ഈ പൂമ്പൊടി വഴി തന്നെ അലർജിയുടെ ബുദ്ധിമുട്ടൊക്കെ കൂടാൻ സാധ്യത കൂടുതലാണ്. നിങ്ങൾ വെക്കേണ്ട കുറച്ച് ചെടികളുണ്ട്. അതിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. മണി പ്ലാന്റ് വെക്കുന്നത് നല്ലതാണ്. അലോവേര നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്നേക്ക് പ്ലാന്റ്, പീസ് ലില്ലി, അതുപോലെ തന്നെ സ്പൈഡർ പ്ലാന്റ്, ചെറിയ കവുങ്ങ് പോലെയുള്ള ചെടികളൊക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ വെക്കുന്നത് വഴി തന്നെ നമുക്ക് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഫംഗസിന്റെ ഗ്രോത്ത് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നമ്മൾ വെക്കുന്ന മണ്ണിൽ അതിന് മുകളിൽ ചെറിയ വെള്ളാരങ്കല് പോലെയുള്ള പെബിൾസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ വെക്കുന്നത് വഴി തന്നെ നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ഒന്നുകൂടി മനോഹരമാക്കാനും പറ്റും. ഫംഗസിന്റെ ഗ്രോത്ത് നമുക്ക് ഒഴിവാക്കാനും പറ്റും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ള അലർജിയുടെ ബുദ്ധിമുട്ടുകളൊക്കെ കുറയും. എന്നാൽ അതോടൊപ്പം തന്നെ ഫംഗസിന്റെ ഗ്രോത്ത് ഒക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പൊ ഇത്തരം ചെടികളൊക്കെ നിങ്ങൾ വാങ്ങി വെക്കുക. അതുവഴി തന്നെ നമുക്ക് അലർജിയുടെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ പറ്റും. മാത്രമല്ല വീട്ടിൽ നല്ലൊരു പോസിറ്റീവ് ആയിട്ട് ഒരു അന്തരീക്ഷം നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. ഈ ഒരു ഇൻഫർമേഷൻ അലർജിയായിട്ട് ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിന് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യും. ഇനി മുതൽ തന്നെ നിങ്ങളുടെ വീട്ടിലൊക്കെ നല്ല ചെടികൾ വളർത്തും.